കേരളം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാർലമെന്റ് അംഗവും പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനും കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ആത്മസുഹൃത്ത് ഡോക്ടർ MP അബ്ദുൽ സമദ് സമദാനി MP, പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ B ബാബു പ്രസാദ് XMLA, KPCCയുടെ ഉപാധ്യക്ഷൻ ശ്രീ AA ഷുക്കൂർ XMLA, പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം AR കണ്ണൻ, നമ്മളെ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച ശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ, പ്രിയമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഏറ്റവും വിശിഷ്ടരായ സദസ്സിലുള്ള അതിഥികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ഹരികുമാറിന് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിക്ക് നമ്മളിവിടെ വെച്ച് ഒരു ആദരവ് നൽകുകയാണ്. ഇവിടെ ശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇങ്ങനെയൊരു ആദരവ് നടക്കുന്ന കാര്യം എന്നെ ഫോണിലാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഹരികുമാർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല, സമ്മതിക്കുകയാണെങ്കിൽ വരണം എന്ന് എന്നോട് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് എൻ്റെ സ്വഭാവം എനിക്കും അറിയാവുന്നത് കൊണ്ട്, കാരണം വലിയ പ്രശസ്തിയോ 4 പേർ അറിയണമെന്നുള്ള മോഹമോ താൻ ചെയ്യുന്ന കാര്യങ്ങൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണമെന്നുള്ള ചിന്തയോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അദ്ദേഹം ഇത് സമ്മതിക്കുമോ. പക്ഷെ അപ്പോഴാണ് രാധാകൃഷ്ണൻ ചേട്ടൻ രണ്ടാമത് തന്നെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ ഈ യോഗം ഉണ്ടായതും അത് എനിക്ക് കൂടി വരാനുള്ള അവസരം ഉണ്ടായത്. വാസ്തവത്തിൽ 70 വയസ്സെന്നൊന്നും പറയുന്ന ഇപ്പോൾ ഒരു വയസ്സല്ലാത്ത കാലം. കാരണം ഇപ്പൊ കേരളത്തിന്റെ ആയുർ ദൈർഘ്യം വെച്ച് നോക്കുമ്പോൾ 70 ഒരു വയസ്സല്ല. പണ്ട് ഷഷ്ടിപൂർത്തി, സപ്തതി, നവതി എന്നൊക്കെ പറയുന്ന നമുക്ക് നാട്ടിൽ വലിയ അപൂർവമായി ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ ഇന്നത് അപൂർവതയല്ല. കാരണം ഇന്ന് ആളുകളുടെ ആയുർ ദൈർഘ്യം വളരെ കൂടുതലെന്ന് മാത്രമല്ല, കൂടുതൽ ആളുകൾ ജീവിക്കാനുള്ള സാഹചര്യവും നമ്മുടെ നാട്ടിൽ ഉയർന്നു വരികയാണ്. ഇന്ന് മോഡേൺ സയൻസിൻ്റെയും മെഡിക്കൽ കെയറിൻ്റെയും കാലമായതുകൊണ്ടാണ് ഒരു പരിധിവരെ ആയുർ ദൈർഘ്യം കേരളത്തിൽ വർദ്ധിച്ചു നിൽക്കും. ശ്രീ ഹരികുമാറിന് 70 വയസ്സായി എന്ന് നമുക്ക് ആർക്കും തോന്നുന്നില്ല അദ്ദേഹത്തെ കാണുമ്പോൾ. അദ്ദേഹത്തിൻ്റെ അത് ചിട്ടയായ ജീവിതം കൊണ്ടാണ് എന്ന് മനസ്സിലാകാത്തത്. അദ്ദേഹം എപ്പോഴും ആ ചിട്ട പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല ശ്രീ രാജീവ് ആലുങ്കൽ വന്ന് ചേർന്നിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല നമുക്കെല്ലാവർക്കും അറിയാം, ദുബൈയാണ്. അവിടെ അദ്ദേഹം കഠിനാധ്വാനം ചെയ്താണ് തൻ്റെ സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ദുബൈയിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലുള്ള മിക്ക രാജ്യങ്ങളിലും അദ്ദേഹത്തിന് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നല്ല പങ്ക് ഇത്തരം നല്ല കാര്യങ്ങൾക്കും സമൂഹത്തിന് വേണ്ടിയും അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട്. അബ്ദുൽ സമദ് സമദാനിയുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം അടുത്ത കാലത്താണ് ഒരു ഹോട്ടൽ ഇവിടെ അമ്പലപ്പുഴയിൽ വാങ്ങിയത്. ആ ഹോട്ടലിൽ ബാർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ ആ ബാർ നിർത്തിയതായി കണ്ടു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് സംഭവിച്ചു? അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ ബാറിൽ നിന്നുള്ള വരുമാനം എനിക്കിനിയും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഈ ബാർ വേറെ ആർക്കെങ്കിലും കൊടുത്തോ എന്ന്. ഞാൻ ചോദിച്ചു ബാർ ആർക്കെങ്കിലും കൊടുത്തതാണോ എന്ന്. അല്ല, ബാർ വേണ്ട, ഇനിയും എൻ്റെ പേരിലോ എൻ്റെ ലൈസൻസിലോ എൻ്റെ ഹോട്ടലിലോ ബാർ വേണ്ട, ആർക്കും കൊടുക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു മനോഭാവം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വെച്ചു പുലർത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിന് ഈ ബാറിലൂടെ കിട്ടുന്ന വരുമാനം ഒരു വരുമാനം തന്നെയാണ്, സംശയമൊന്നുമില്ല. അങ്ങനെ ഒരു വരുമാനം വേണ്ടെന്ന് വെക്കാനുള്ള മനസ്സ് ശ്രീ ഹരികുമാറിനുണ്ടായതിന് അദ്ദേഹത്തെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കും. കാരണം ഇന്ന് ലഹരി ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. പുതിയ തലമുറയെ തകർക്കുന്നത് ഈ ലഹരിയാണ്. അത് മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഞാൻ ഈ പദ്ധതി ഏറ്റെടുക്കാനുള്ള, ഓപ്പറേഷൻ തുഫാൻ ഏറ്റെടുക്കാനുള്ള കാരണം, ഞാൻ ആഭ്യന്തരമന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ വാക്ക് അഗൻസ്റ്റ് ഡ്രഗ്സ് എന്ന പരിപാടി നടത്തിയതാണ്. 14 ജില്ലയിൽ ഞാൻ ഈ പരിപാടി നടത്തിയപ്പോൾ എനിക്ക് വന്ന കത്തുകളും മെയിലുകളും ഫോണിലൂടെയുള്ള കോൾസും എല്ലാം അമ്മമാരാണ്. അവരുടെ വേദനയാണ്. കാല് വളരുന്നുണ്ടോ, കൈവര് വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയെടുക്കുന്ന തൻ്റെ പൊന്നോമന മക്കൾ അടിമകളായി മാറുന്ന അവസ്ഥാവിശേഷത്തെ പറ്റി അമ്മമാരുടെ വേദന അവർ പലരും എന്നെ ഇപ്പോഴും അറിയിച്ചുകൊണ്ടിരിക്കുന്നു, അന്നും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രികാലങ്ങളിൽ മക്കൾ തിരിച്ചു വരുന്നത് കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുന്ന അമ്മമാർ, ബോധമില്ലാതെ കടന്നു വരുന്ന മക്കൾ, അത് പെൺകുട്ടിയും ആൺകുട്ടിയും, അതാണ് ഇന്ന് കേരളത്തിൽ പലയിടത്തും കാണാൻ കഴിയുന്നത്. പക്ഷേ ആർക്കും പുറത്തു പറയാൻ കഴിയില്ലല്ലോ. എല്ലാവരും അത് മൂടി വെക്കുകയാണ്, ആരും പറയില്ല. അത്തരമൊരു അവസ്ഥാവിശേഷം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ തകർക്കുകയാണ് ഇവർ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി കേരളത്തെ തകർക്കുകയാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെയാണ് ആദ്യം ഈ പുകയില ഉൽപ്പന്നങ്ങൾ കൊടുത്ത് അവരെ അതിലേക്ക് എത്തിച്ച് അവസാനം മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റും. നമ്മുടെ കാസർഗോഡ് പോലീസ് ഒരു കമ്പനി റെയ്ഡ് ചെയ്തു, ക്ലീനിങ് കമ്പനി എന്നാണ്. ആ കമ്പനിയിൽ പിടിച്ചെടുത്തത് മയക്കുമരുന്നുള്ള മിഠായികളാണ്, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മിഠായി. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി ലക്ഷക്കണക്കിന് മിഠായികളാണ് പിടിച്ചെടുത്തത്. അവരെ ജാമ്യത്തിൽ വിട്ട് അവരുടെ പേരിൽ കാപ്പ ചുമത്താൻ പറ്റുമോ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വത്തുക്കൾ കണ്ടെത്താനുള്ള നടപടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കൂൾ ലിപ്സ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ എന്നോട് ചിലർ പറഞ്ഞു, സാറേ അത് പോയി നെറ്റിൽ നോക്കിയാൽ അതെല്ലാം കിട്ടും, കാണുമെന്നാണ്. ഞങ്ങൾ അത് നോക്കുകയാണ്, അതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാമെന്ന്. കൂൾ ലിപ്സ് ചുമ്മാ വെറുതെ കുട്ടികളുടെ വായിക്കകത്ത് വെച്ചു കൊടുക്കും, കൊച്ചു കുട്ടികളുടെ. അതിനകത്ത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതിന് അഡിക്റ്റായി മാറുകയും പിന്നീട് അത് പൂർണ്ണമായും മയക്കുമരുന്നിന്റെ അടിമകളായി മാറുകയും ചെയ്യുക. അപ്പൊ കേരളത്തിൽ ഇങ്ങനൊരു ഓപ്പറേഷൻ തുടങ്ങാനുള്ള കാരണം ഈ മയക്കുമരുന്നിൽ നിന്നും ലഹരിയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ഒരു ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ടെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്. എനിക്കറിയാം ഇതൊരു അപകടകരമായ നീക്കമാണ് ഞാൻ നടത്തുന്നത്, കാരണം ഇതിന്റെ ലോബി വളരെ ശക്തമാണ്. ഹരികുമാർ ഒരു ബാർ നിർത്തുമ്പോൾ അതിലൂടെ പോകുന്ന സന്ദേശം എന്താണ്? ആ സന്ദേശം എനിക്ക് ഈ ബാറിലൂടെയുള്ള പണം വേണ്ട, കാരണം ഈ ബാറിലൂടെ ആളുകൾ പോയി കുടിച്ച് ജീവിതം നശിപ്പിക്കുന്നു, അവരുടെ കുടുംബങ്ങളുടെ ശാപം എനിക്ക് വേണ്ട എന്നുള്ളതാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായത് എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം എന്നെ അഭിനന്ദിച്ചു. ഈ പരിപാടിയുമായി മുന്നോട്ട് പോകണമെന്ന് എന്നോട് പറഞ്ഞ ഒരു പ്രമുഖനായ വ്യക്തിയാണ്. കേരളത്തെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികളടക്കം. പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികളെക്കാൾ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പറഞ്ഞു കുട്ടികളുടെ ബാഗ് പരിശോധിക്കാൻ. ഞാൻ അവരെ അടുത്ത ദിവസം വിളിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ബാഗ് പരിശോധിക്കരുതെന്ന് അവർ പറയുന്നത്.
അധ്യാപകർക്ക് പരിശോധിക്കാൻ കഴിയില്ല. അവർ പരിശോധിച്ചല്ലാതെ അറിയാൻ പറ്റുമോ ഇത് എന്താണെന്ന്? അങ്ങനെയുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ എങ്ങനെ നടപ്പാക്കാൻ കഴിയും? ഈ കുട്ടികളെ ചീത്തയാക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കില്ലേ? താമരശ്ശേരിയിൽ പോലീസ് റിപ്പോർട്ട് എല്ലാ ദിവസവും എനിക്ക് കിട്ടും. താമരശ്ശേരിയിൽ രണ്ടാനച്ഛൻ കുട്ടി കൊണ്ടുവന്ന കുട്ടിയുടെ ഭക്ഷണത്തിനോടൊപ്പം ഒരു വാട്ടർ ബോട്ടിൽ വെക്കില്ലേ, അതിനകത്ത് ചാരായ ഒഴിച്ചു കൊടുക്കുക, മദ്യം ഒഴിച്ചു കൊടുക്കുക. ഈ കുട്ടി ഇത് കുടിച്ച് ഛർദ്ദിച്ച് ബോധം കെട്ട് വീണ് ആ കുട്ടിയെ ആശുപത്രിയിൽ അല്ലെ അറസ്റ്റ് ചെയ്തു, വേറെ കാര്യം. ഇത്തരം മാനസികാവസ്ഥയുള്ള ആളുകൾ പോലും നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയാണ് ശ്രീ ഹരികുമാറിനെ പോലെ ഒരാള് ബാർ വേണ്ട, ഹരികുമാർ ഒരു ബാർ അടയ്ക്കുന്നത് കൊണ്ട് കേരളത്തിൽ മദ്യം ഒഴുകാതിരിക്കും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അത് അങ്ങനെ കണ്ടുകൊണ്ടല്ല അദ്ദേഹം ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ അദ്ദേഹത്തെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. ധാരാളം സ്ഥാപനങ്ങൾക്ക് എനിക്കറിയാവുന്ന പോലെ നമ്മുടെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള പദ്ധതി ഇവിടെ അമ്പലപ്പുഴയിൽ വീട് വെച്ച് കൊടുക്കുന്നു. കുടുംബവേദി ഹരികുമാറിന്റെ പേരിലല്ല, കുടുംബവേദിയുടെ പേരിലാണ് വീട് വെച്ച് കൊടുക്കുന്നത്. പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഡയാലിസിസ് രോഗികളെ ഇന്നിപ്പോൾ ഞാൻ ഒരെണ്ണം കൊടുത്തു. ഒരാൾ ഞാൻ ഈ പരിപാടിക്ക് വരുവാന്ന് പറഞ്ഞപ്പം പല്ലനയിലുള്ള ആളൊരു സ്ലിപ്പ് എനിക്ക് തന്ന, സാറേ ഇത് അദ്ദേഹത്തിന് കൊടുക്കുമോ? ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്ന പദ്ധതി. ഇതെല്ലാം സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. ശ്രീ രാജകൃഷ്ണൻ ചേട്ടൻ ഇവിടെ പറഞ്ഞു, എൻ്റെ മണ്ഡലത്തിൽ സബർമതി എന്നൊരു സ്കൂളുണ്ട്. ഞാനത് ആരംഭിച്ചിട്ട് 8 വർഷമായി. അത് മാനസികവും കായികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സഹായിക്കാൻ പഠിപ്പിക്കാനും വേണ്ടിയുള്ള സ്കൂളാണ്. അങ്ങനൊരു സ്ഥാപനമൊന്നും നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ടാണ് എന്നോട് ധാരാളം രക്ഷകർത്താക്കൾ പറഞ്ഞത്, സാർ ഒരു സ്ഥാപനം തുടങ്ങും. വാസ്തവം ഞാൻ എടുത്ത് ചാടുകയാണ് ചെയ്തത്. കാരണം ഇങ്ങനൊരു സ്കൂൾ നടത്തേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ ബോധവാനായിരുന്നില്ല. സ്കൂൾ തുടങ്ങി സബർമതി എന്ന പേര്. 114 കുട്ടികളുണ്ട്. അവരെ പുലർത്താൻ 18 സ്റ്റാഫ് വേണം. ഈ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നതും, കുട്ടികൾക്കെല്ലാം ഫ്രീ ആണ്. ഭക്ഷണം ഫ്രീ, യൂണിഫോം ഫ്രീ, അതുപോലെ യാത്ര ഫ്രീ. യാത്രയ്ക്ക് പിന്നെ MLA ഫണ്ട് ഉപയോഗിച്ച് വാഹനം കൊടുത്തു. അതിൽ എന്നെ സഹായിച്ച, ഏറ്റവും കൂടുതൽ സഹായിച്ച 2 പേരാണ്. ഒന്ന് ശ്രീ യൂസഫ് അലി, ആദ്യം 1 കോടി രൂപ തന്നു. പിന്നീട് ഈ പ്രവർത്തനം കണ്ടിട്ട് ഇങ്ങോട്ട് ഞാൻ ചോദിക്കാതെ തന്നെ 1 കോടി രൂപയുടെ തന്നു. പിന്നെ ഞങ്ങൾക്ക് 1 കോടി രൂപ തന്നത് ശ്രീ ഹരികുമാറാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണും. കെട്ടിടം പണിയാൻ അദ്ദേഹം പലരെയും വിളിച്ചു പറഞ്ഞു. പക്ഷെ പറഞ്ഞവരാരും കൊടുത്തില്ല. പക്ഷെ അദ്ദേഹം തന്നെ പൈസ ഞങ്ങൾക്ക് തന്നു. അദ്ദേഹത്തിന് ഒരു കാര്യമുള്ളതല്ല. ഇപ്പം ഞങ്ങളെ കെട്ടിടം പണി ചിങ്ങമാസത്തിൽ തുടങ്ങുകയാണ്. ഞങ്ങളുടെ അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ അച്ഛനും അമ്മയും മരിച്ചാൽ ഇവരെ ആര് നോക്കും? വലിയൊരു പ്രശ്നമാണ്. അച്ഛനും അമ്മയും ഉള്ള കാലത്തോളം ഈ മാനസിക കായിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ നോക്കാൻ ആളുണ്ടാവും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം നമുക്ക് റെസിഡൻഷ്യൽ സംവിധാനം കൂടെ ഇവിടെ വേണ്ടി വരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള ഒരാളാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ MLA, ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. ഞാൻ ഒത്തിരി സ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ കുട്ടികളുമായിട്ടുള്ള എൻ്റെ ഇടപെടലും ചെലവഴിക്കുന്ന സമയവും. അവരെന്നെ കെട്ടിപ്പിടിച്ച് ചുമ വെക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം, ഞാനിവിടെ ചെല്ലുമ്പോൾ അവരുടെ മുഖത്ത് വിടരുന്ന പുഞ്ചിരി, അതാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ധാരാളം ആളുകൾ, ഞാൻ എൻ്റെ നാട്ടിൽ പറയും, നിങ്ങളുടെ വീട്ടിലൊരു വിവാഹമുണ്ടെങ്കിൽ, ഒരു ചടങ്ങുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ കൂടി ഒരു പിടി ചോറ് കൊടുക്കും. ഇന്ന് എല്ലാവരും അവിടെ വന്ന് അവരുടെ വീട്ടിൽ കല്യാണമോ എന്തെങ്കിലും ചടങ്ങോ ഉണ്ടെങ്കിൽ ഇവർക്ക് ഭക്ഷണത്തിനുള്ള പണം കൂടി അവിടെ കൊടുത്തിട്ടേ പോവുകയുള്ളൂ. അപ്പൊ അതിൻ്റെ പിന്നിൽ എനിക്ക് ശക്തി നൽകിയ ഒരു വ്യക്തി ശ്രീ ഹരികുമാറാണ്. മാത്രമല്ല, നമ്മുടെ പ്രിയങ്കരനായ മുൻ MP ശ്രീ ആരിഫ് എത്തുന്നു. മാത്രമല്ല, സാധുക്കളായ ആളുകളെ, ഞങ്ങളെ മാത്രമല്ല, മുതുകാട് ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. ഇതുപോലൊരു സ്കൂൾ തിരുവനന്തപുരത്ത്. ആ മുതുകാടിൻ്റെ സ്കൂളിനും അദ്ദേഹം സഹായിക്കുന്നു. അപ്പൊ നമുക്കറിയാൻ പാടില്ലാത്ത ഒത്തിരി ആളുകളെയും പ്രസ്ഥാനങ്ങളെയും ശ്രീ ഹരികുമാർ സഹായിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സാണ്.
സർവശക്തനായ ദൈവം അമ്പലപ്പുഴ കൃഷ്ണന്റെ അനുഗ്രഹത്തോടു കൂടി കൂടുതൽ കൂടുതൽ അംഗീകാരവും കൂടുതൽ സമ്പത്തും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. ആ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കൈമാറാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. തീർച്ചയായും 70 എന്നുള്ളതൊരു വലിയ പ്രായമല്ലെങ്കിലും 70 തികയുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഐശ്വര്യവും കൂടുതൽ പുരോഗതിയും ഉണ്ടാകട്ടെ എന്ന് എനിക്ക് പറയാനുണ്ട്. ഇന്ന് അമേരിക്കയിൽ നടക്കുന്ന ഒരു പരീക്ഷണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് ജനസംഖ്യ ഇല്ല എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു. ഏഷ്യയിലെ ചൈനയും ഇന്ത്യയും ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും പോപ്പുലേഷൻ കുറയുകയാണ്. ചൈനയിലും ഇന്ത്യയിലും മാത്രമേ ഉള്ളൂ കൂടുതൽ പോപ്പുലേഷൻ. ഓസ്ട്രേലിയയിൽ കേരളത്തിൻ്റെ അത്രയും പോലും, കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് 3 കോടിയേ ഉള്ളൂ. ജർമ്മനിയിൽ ആളുകളുടെ എണ്ണം കുറയുകയാണ്. അതുകൊണ്ട് തന്നെ ജർമ്മൻ ഗവൺമെന്റ് ഓപ്പൺ ഡോർ പോളിസി, ആർക്കും ജർമ്മനിയിലേക്ക് വരാം, ജീവിക്കാം, പണിയെടുക്കാം. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ ജർമ്മൻ ഭാഷയാണ് പഠിക്കുന്നത് അവിടെ പോകാൻ വേണ്ടി, കൂടുതൽ നഴ്സിങ്ങിനൊക്കെ പോകുന്ന കുട്ടികൾ. അപ്പൊ ലോകത്ത് ആളുകളുടെ ജനസംഖ്യ കുറഞ്ഞു വരുന്നത് കൊണ്ട് അമേരിക്കയിൽ നടക്കുന്ന പരീക്ഷണം ആന്റി ഏജിങ്, ആളുകൾ ഇനിയും മരിക്കാത്ത അവസ്ഥ. എന്നുവെച്ചാൽ 100, 150, 200 ഒക്കെ വർഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കാലത്ത് നടക്കില്ല, എന്നാലും അതാണ് പുതിയ പരീക്ഷണം, ആന്റി ഏജിങ്. ആളുകൾ ഒരു 100, 150 വർഷമൊക്കെ ജീവിച്ചിരിക്കത്തക്ക ഒരു പരീക്ഷണം വിജയകരമായി നടത്താൻ കഴിയുമോ എന്ന് അവർ നോക്കുക. ശരീരത്തിലേക്ക് ഒരു ചിപ്പ് കയറ്റിവിട്ട് അസുഖമുള്ള ഭാഗങ്ങളിൽ അസുഖമെല്ലാം മാറ്റി ആളുകളെ കൂടുതൽ കാലം ജീവിപ്പിക്കുക. പണ്ട് കാലിനില്ലാത്ത കാലം നമ്മുടെ പുരാണത്തിലുണ്ട്. അപ്പൊ അതുപോലെ മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ലോകത്തിന് ഏറ്റവും കോടിക്കണക്കിന് രൂപയുടെ മുടക്കിയാനുള്ള പരീക്ഷണമാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മരണമില്ലാത്ത അവസ്ഥ ജനങ്ങൾക്കുണ്ടാക്കി പോപ്പുലേഷൻ നിലനിർത്താൻ ലോകരാജ്യങ്ങൾ മത്സരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് അതിന്റെ പ്രശ്നമില്ല, കാരണം ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ്. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 70 എന്നൊരു വയസ്സല്ല, 70 എന്നൊരു പ്രായമായി ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹത്തിന് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ കൂടുതൽ അദ്ദേഹത്തിന് ധർമ്മപത്നിയും അതുപോലെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് ശക്തിയായി നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കരുത്ത് നൽകുന്ന അവർ രണ്ടുപേരെയും എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന രാധാകൃഷ്ണൻ ചേട്ടനെ, സഹപ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ശ്രീ ഹരികുമാറിന് ജന്മദേശത്തിൻ്റെ ആദരവ് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.